അനുഭവം എന്ന് പറഞ്ഞാൽ ആന കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആന നേരെ വന്നു. 3 ആനയും കൂടെ നേരെ വന്നു ജീപ്പിന്റെ അടുത്തേക്ക്. നമ്മൾ ഈ കന്നാസിനകത്ത് പെട്രോൾ അടിക്കുന്നത് പെട്രോൾ നോക്കി നമ്മൾ റേസ് ചെയ്ത് ഇരപ്പിച്ച് നിർത്തിയാലേ വണ്ടി ഇത് മാറുള്ളൂ. ഹായ്, ടിജോയാണ്. നമ്മുടെ ഇടുക്കിയുടെ മലമടക്കുകളിൽ പണ്ട് ഒരുപാട് ജീപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടുക്കിയുടെ ഭാഗത്തുള്ള മൂലമറ്റത്തും ഉണ്ടായിരുന്നേ. അപ്പോൾ അന്നത്തെ കാലത്ത് ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെൻസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റീഫൻ ചേട്ടനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബെൻസ് ചേട്ടാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. ബെൻസ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുള്ള പേരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചേട്ടന് മാത്രമുള്ളതായിരിക്കും ബെൻസ് എന്നുള്ള പേര്. ഈ ബെൻസ് എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത്? ബെൻസ് എന്നുള്ള പേര് ബെൻസിൽ ലൈലാൻഡ് എന്നും എൻ്റെ വേറെ ചേട്ടൻ്റെ പേര് ലൈലാൻഡ് എന്നാണ്. ബെൻസും ഉണ്ട്, ലൈലാൻഡും ഉണ്ട്. അപ്പോൾ ഫാദറിന് ഒരു വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൗതുകത്തിന് അങ്ങനെ വിളിച്ച് ഇഷ്ടപ്പെട്ട പേരായിട്ട് അങ്ങനെയാണ് ഈ ബെൻസ് ലൈലാൻഡ് എന്നുള്ള പേര്. അങ്ങനെ പറഞ്ഞാലേ നാട്ടിൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. ബെൻസ് ലൈലാൻഡ് എന്ന് പറഞ്ഞാലേ നാട്ടിൽ അറിയത്തുള്ളൂ. ശരിക്കുള്ള പേര് ചേട്ടന്റെ സ്റ്റീഫൻ തോമസ്. സ്റ്റീഫൻ തോമസ് എന്നാണ് ശരിക്കുള്ള പേര്. അതെ. ചേട്ടന്റെ പേര് ജോർജ് തോമസ്. സ്റ്റീഫനും ജോർജ്. പക്ഷേ നാട്ടിലറിയപ്പെടുന്നത് ലൈലാൻഡും ബെൻസ്. അത് രണ്ടുപേരുടെ ചേർത്തൊരു സിസ്റ്റർ ഇട്ട പേരാ രണ്ടുപേർക്കൂടെ. ജോർജ് സ്റ്റീഫൻസൺ ആവിയന്ത്രം. അങ്ങനെയാണ് ജോർജും സ്റ്റീഫനും ഉള്ള പേര് വരാൻ കാരണം. ബെൻസ് ചേട്ടൻ ഏത് വർഷമാണ് ജീപ്പ് ഓടിക്കാൻ തുടങ്ങിയത്? അന്നത്തെ കാലത്ത് ജീപ്പ് നമുക്ക് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിനൊക്കെ കടമ്പകൾ ഉണ്ടായിരുന്നത്. ലൈസൻസ് എടുക്കാൻ ഫോട്ടോ വേണം, പിന്നെ സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും വാഹനം ഓടിച്ചു കാണിച്ചാൽ ജീപ്പാണ് കൂടുതലുള്ളത്. പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. വണ്ടി അവര് കയറി പോലും ഇരിക്കുന്നില്ല. അവര് നോക്കുമ്പോ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയും. അവര് കുറച്ച് ദൂരം ഓടിച്ചിട്ട് അവരവിടെ നോക്കി നിൽക്കും വെഹിക്കിൾമാരെ. എന്നിട്ട് നമ്മൾ തിരിച്ചു കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ ജോയിന്റ് ഇടിക്കാതെ വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. അപ്പോൾ ചേട്ടൻ ഏത് വർഷമാണ് വണ്ടി ഓടിച്ചു തുടങ്ങിയത്? ഞാൻ 81-ലാണ് ലൈസൻസ്. 1981-ലാണ് വണ്ടി ഓടിച്ചു തുടങ്ങിയത് അല്ലേ? ആറിന് ജീപ്പ് ഉണ്ടായിരുന്നു. കാരണം ചേട്ടന്മാരൊക്കെ ഡ്രൈവർമാരായിരുന്നു. ചേട്ടൻ ആദ്യമായിട്ട് ഓടിച്ച ജീപ്പ് ഏത് മോഡലാണ്? അതിന് എത്രയായിരുന്നു വാടക, ദിവസം വാടക? അന്ന് 61 മോഡൽ വണ്ടി, പെട്രോൾ ജീപ്പ്. അന്നൊരു 10,000 രൂപ ഉള്ളു ജീപ്പിന്റെ വില. അതെ, അന്ന് പെട്രോൾ ജീപ്പ് ആയിരുന്നല്ലോ. പെട്രോൾ ജീപ്പ് ലെഫ്റ്റ് ഹാൻഡ് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. 1968-ലാണ് ഈ 6 മാസത്തിന് ശേഷമാണ് റൈറ്റ് ഹാൻഡ് ജീപ്പുകൾ ഇറങ്ങുന്നത്. അപ്പൊ 6 മാസത്തിന് മുമ്പായിട്ട് ഇറങ്ങിയത് വണ്ടി ലെഫ്റ്റ് ഹാൻഡ് വണ്ടികളാണ് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നെ റൈറ്റ് ഹാൻഡ് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് പെട്രോൾ ടാങ്കിന്റെ കപ്പാസിറ്റി? പെട്രോൾ ടാങ്ക് ഇല്ലാന്ന്. പെട്രോൾ മലകളിൽ കൂടി ഓടുന്ന വണ്ടി, അതിന് പെട്രോൾ ടാങ്ക് ഒന്നും ഇല്ല. കാരണം കന്നാസ്, വെളുത്ത കന്നാസ് ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. അപ്പൊ നമുക്ക് കാലിന്റെ അവിടെ ചേർത്ത് വെച്ച് ഓസ് നേരിട്ട് കൊടുത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ പെട്രോൾ കണ്ട് ഓടിക്കാം. അപ്പൊ നമ്മൾ ദാരിദ്ര്യമാണ്. അന്ന് 50 രൂപയെ കിട്ടത്തുള്ളൂ. 50 രൂപ 100 രൂപയുടെ ഓട്ടത്തിന് 50 രൂപ നമുക്ക് ലാഭമുള്ളൂ. അപ്പൊ ആ 50 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ പെട്രോൾ അതുപോലെ കറക്റ്റ് ആയിട്ട് ഓടിച്ച് തിരിച്ചു വരണം. ന്യൂട്രൽ അടിച്ചേ. മലയാളിക്കൂടെ ഒക്കെ ന്യൂട്രൽ അടിച്ച് കഴിഞ്ഞാൽ പയ്യല്ലേ വണ്ടി പോകണം. അപ്പൊ ബ്രേക്ക് പോയി കഴിഞ്ഞാലും ബ്രേക്ക് പോകും മിക്കവാറും. ഈ ബക്കറ്റ് ചൂടായി ബ്രേക്ക് പോകും. ബ്രേക്ക് പോയി കഴിഞ്ഞാലും ചെറിയതായിട്ട് ഓടൊക്കെ പയ്യെ വരുന്നതുകൊണ്ട് വണ്ടി എങ്ങനെയെങ്കിലൊക്കെ നിർത്താം. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 30 രൂപ 35 രൂപയൊക്കെ ഉള്ളൂ ജീപ്പ് ഓടിച്ച ശമ്പളം. ഒരാളുടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അന്നത്തെ ചെറിയ ശമ്പളത്തിലാണ് നമ്മളന്ന് വണ്ടി ഓടിക്കുന്നത്. ബെൻസ് ചേട്ടാ, അന്നത്തെ നമ്മുടെ മൂലവട്ടത്ത് നിന്ന് എങ്ങോട്ടൊക്കെയായിരുന്നു ട്രിപ്പുകൾ? അതുപോലെ നമ്മുടെ അന്നത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡുകളായിരുന്നല്ലോ. അപ്പം കുണ്ടും കുഴിയും അതുപോലെ റോഡുകളായിരുന്നു. അന്നത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ? അന്ന് ഓഫ് റോഡേ ഉള്ളൂ. മലകളിൽ കൂടെ മുഴുവൻ എടാട്, മുട്ടം, പിന്നെ പുളിക്കത്തടം, പുത്തേട്, ആശ്രമം, വേമുട്ടം, ഇങ്ങോട്ട് സെറ്റിൽമെന്റ് ഏരിയ. അവിടേക്കുള്ള ഈ വീടുകളിലേക്കുള്ള സാധനങ്ങളാണ് കൂടുതലും പെട്രോൾ ജീപ്പ് കൊണ്ടുപോകുന്നത്. ഓട്, ചുടുകട്ട, സിമെന്റ്, വീട് പണിയാനുള്ള. അപ്പോഴത്തേക്ക് അവര് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ വണ്ടി കയറി വരുന്ന അവർക്കറിയാം വണ്ടി ഇരിക്കല്ലേ, ഓട്ടക്കാർ വണ്ടി ഇരിക്കല അത് നടക്കുള്ളൂ. അത്ര പേടിയായിരുന്നു. കാരണം കല്ലേ ഉള്ളൂ, കല്ലും ചെളിയും. അതൊക്കെ ചാടി കയറി ഫ്രണ്ടും ഫസ്റ്റും കൊടുത്ത് ഫ്രണ്ടിൽ ബമ്പറയിൽ ആളൊക്കെ ഇരുന്ന് 2-3 പേരൊക്കെ കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ പോക്ക്. പിന്നെയുള്ള ഓട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ഒന്ന് മേടിക്കുന്നവര്
പിക്കപ്പ് ഒന്നുമില്ല. അപ്പൊ ഈ പെട്രോൾ ജീപ്പാണ് കട്ട അടിക്കുന്നത്, കവർ കട്ട അടിക്കുന്നത് ഓട്ടത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇരിക്കുന്നതിന് പുറകെ കയറ് കിട്ടും. ഇപ്പൊ ഇറക്കം ഇറങ്ങുമ്പോൾ നല്ല നല്ല നമ്മുടെ മുഖത്തൂടുണ്ട് തടിയെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓഫ് റോഡേ ഉള്ളു അന്ന്. ജീപ്പ് പെട്രോൾ ജീപ്പ് ഓടുന്നത് മൊത്തം ഈ വഴികളായിരുന്നു. ഹൗസിംഗ് എല്ലാം ഇടിച്ച് കല്ലക്കൂടെ എല്ലാം ഇടിച്ച് ജോയിന്റ് ഒക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അതാ ഒന്നാമത് ഓടിയ പൈസ ഉണ്ടോ. ഒരു ആശ്രമം വരെ 5.5 കിലോമീറ്റർ ഓടിയാൽ നമുക്ക് കിട്ടുന്ന 100 രൂപയാ. 5 ലിറ്റർ പെട്രോളിനാന്ന് 30 രൂപ 40 രൂപയൊക്കെ ഉള്ള കാലത്തുള്ളൂ. അപ്പൊ 60 രൂപ കിട്ടും ഒരു ഓട്ടം പോയാൽ. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസവ ആവശ്യങ്ങൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കും ആശ്രയം ജീപ്പുകളായിരുന്നു. അപ്പം അങ്ങനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഓർത്തിരിക്കുന്ന അനുഭവങ്ങൾ ഒരു ദിവസം പോലും എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വീട്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് ആൾക്കാർ വരും മലകളിൽ നിന്ന്. പ്രസവം അതുപോലെ ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം പോലും തന്നെ എല്ലാ ദിവസവും തന്നെ രാത്രിയിൽ 12 മണിക്കും ആശുപത്രി കാര്യങ്ങളുണ്ടാവും. ഇലപ്പള്ളി എടാടമൊക്കെ മല കയറി കുറുക്ക് റോഡുണ്ട്. മെയിൻ റോഡ് ജീപ്പ് വരുന്ന വഴിയൊക്കെ അല്ലാതെ മലകളിൽ കയറി എളുപ്പത്തിന് വരാം. അതിലെ കൂട്ട് കത്തിച്ച ആൾക്കാർ വീട്ടിൽ വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മള് ചേട്ടനും ഞാനും ഒക്കെ ഇവിടെ പോകും രാത്രിയിൽ. പ്രസവ ആവശ്യങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. വണ്ടിയിൽ അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയേ ഉള്ളൂ. ഗവൺമെന്റ് ആശുപത്രി ഇവിടുത്തെ ബിഷപ്പയിൽ ഹോസ്പിറ്റലൊന്നും ഇല്ല. വന്നില്ല. ആർക്കോത്തെ ഗവൺമെന്റ് ആശുപത്രി ഉള്ളൂ. അന്ന് അവിടെ പ്രസവ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മള് ഇലപ്പള്ളിന്ന് അവിടെ സീരിയസ് ആണെങ്കിൽ തൊഴിലേക്ക് പോകേണ്ടത്. ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ? ഒരുപാട് അനുഭവങ്ങൾ. ഈ വളവില്ല ഇത് ഇവിടുന്ന് അങ്ങോട്ട് നേരിട്ട് വണ്ടി കയറാൻ പാടായിരുന്നു. ഇത് പെട്രോളിപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു റോഡിൽ കൂടെ നമ്മളിപ്പോ പോകാൻ. ഇവിടുന്ന് അങ്ങോട്ട് ഇതുണ്ട് ഒറ്റ കയറ്റമാ. അവിടെ ചിലപ്പോൾ വണ്ടി നിന്നു പോകും. കയറിയല്ലായിരുന്നു. ഇതുണ്ടോ ഇവിടെ ഇവിടെ ഈ വണ്ടി ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ എന്തൊരു കഷ്ടമായിരുന്നു അറിയോ. എങ്ങനെയാ കയറി പോകുന്നതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോ ഇപ്പൊ എന്തോ ടാറിങ് ആയോണ്ടേ നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നില്ലെന്നോ. ഭയങ്കര കഷ്ടം. വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ചെളിയായിരുന്നു. ചെളിയേ രണ്ട് സൈഡിൽ ഇങ്ങനെ 2 വീല് താന്ന്. അന്ന് ഉളുപ്പുണിക്കൊക്കെ ഇവിടുന്ന് ഓട്ടം പോയിരുന്നു. ഉളുപ്പുണിക്ക് ഇന്ന് വണ്ടി കയറി പോകില്ല. ഇല്ല. ആശ്രമം അന്ന് ഉളുപ്പുണിക്ക് പോകണമെങ്കിൽ നമ്മള് ഇരാറ്റോട്ട വഴി അങ്ങനെ പോകാൻ. ഇപ്പൊ ബെൻസി ചേട്ടാ നമ്മൾ ഈ ഹൈറേഞ്ച് റൂട്ടുകളിലൊക്കെ രാത്രി ഓട്ടം പോകുമ്പോഴോ ഈ കാട്ടുമൃഗങ്ങളെ കാണാറുണ്ടോ? കാട്ടുമൃഗങ്ങളെ ശല്യം അനുഭവപ്പെട്ടിട്ടുണ്ടോ? രാത്രി പലരും ഈ പറഞ്ഞ കട്ടപ്പനയ്ക്കൊക്കെ കൊണ്ടുവിട്ടേച്ച് തിരിച്ചു വരുമ്പോ ആനയും കുഞ്ഞുങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരനുഭവം എന്ന് പറഞ്ഞാൽ ആന കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആന നേരെ വന്നു. 3 ആനയും കൂടെ നേരെ വന്നു ജീപ്പിന്റെ അടുത്തേക്ക്. നമ്മൾ ഈ കന്നാസിനകത്ത് പെട്രോൾ അടിക്കുന്നത് പെട്രോൾ നോക്കി നമ്മൾ റേസ് ചെയ്ത് എരപ്പിച്ച് നിർത്തിയാലേ വണ്ടി ഇത് മാറുള്ളൂ. അപ്പൊ പെട്രോൾ കുറെ നേരം എരപ്പിച്ചിട്ട് ഇത് മാറുന്നില്ല. അപ്പൊ നമുക്ക് പേടിയാ. കാരണം പെട്രോൾ തീരുമെന്നുള്ള സംശയം. അല്ല കന്നാസിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം. വെള്ള കന്നാസല്ലേ. അപ്പൊ 10 ലിറ്റർ ഡീസൽ പെട്രോൾ അതിനകത്ത് അടിക്കുന്നത്. അപ്പൊ അത് തീർന്നു പോയാൽ വണ്ടി നിന്ന് പോയില്ലേ. നിന്ന് പോയവരെ അടുക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് നേരെ വരും. അപ്പൊ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അപ്പൊ വണ്ടി ക്ലച്ചെന്ന് എടുത്ത് ചാടിക്കും. 2 ചാട്ടം ചാടിക്കും. അപ്പൊ അവരവിടെ നിന്നു. എന്നിട്ട് പയ്യെ കുറച്ച് കഴിയുമ്പോ പയ്യെ പല സൈഡിലേക്ക് മാറി ഒതുങ്ങി നിന്നു. പുറം തിരിഞ്ഞു നിന്നു. ഞാൻ അതിന്റെ ഇട സൈഡിൽ കൂടെ ചാടി കടന്നു പോയി. പുറം തിരിഞ്ഞ് നിന്നാ അവർ പൊക്കോളാന്നുള്ള അർത്ഥമായിരിക്കും. എന്തോ പൊതുവെ ഇടുക്കിയിലെ ആനകൾ അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാറില്ല. അങ്ങനെ ഉപദ്രവിക്കുന്നില്ല. പക്ഷെ ഒരാളുണ്ടായിരുന്നു. ഒരാന ഉണ്ടായിരുന്നു. അപൂർവമായിട്ട് അത് മിക്കവാറും പോലീസ് ക്യാമ്പിന്റെ ആ ഭാഗത്തൊക്കെ ആയിരുന്നു. ഒരു കൊമ്പനായിരുന്നാ പറയുന്നത്. എന്ന് പറയുന്ന കേൾക്കാം. ഞാൻ അതിനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പിടിയാന് ഓഴയാനൊക്കെ അന്ന് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെയൊക്കെ ഉള്ള ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോ അത് കണ്ട് നമുക്കൊരു പേടിയേ ഇല്ലെന്ന് ആനയ്ക്ക്. ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കാ തിരിച്ചു വരുന്നത്. ആരെങ്കിലും ഈ ബസ് ഇല്ലല്ലോ അന്ന് രാത്രിക്കൊന്നും ഇടിക്ക് വണ്ടിയൊന്നും ഇല്ല. വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞാൽ വണ്ടിയൊന്നും ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും മൂലവരത്ത് വന്ന് വരുന്നവര് ചിലപ്പം പറയുന്നു കൊണ്ടുവിട്ടാൽ മതി, കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവിട്ടാൽ മതി. അപ്പൊ നമ്മളെ പോകും. അപ്പൊ ഓട്ടം കിട്ടുന്നല്ലേ പോയിട്ട്. അപ്പൊ ഈ 10 ലിറ്ററിനും 5 ലിറ്ററിനും കൂടെ കൂടുതലടിക്കും. അല്ലെ എവിടുന്ന പിന്നെ പെട്രോൾ കിട്ടുന്നു തിരിച്ചു വരണ്ടേ. അന്ന് നമ്മുടെ ഒരു പമ്പ് എവിടെയായിരുന്നു? പമ്പ് മൂലവരത്തായിരുന്നു. മൂലവർ സിറ്റി ടാക്സി കിടക്കുന്നതിന് നേരെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു പമ്പ്. ആ പമ്പാണ് പാറക്കുളത്ത് പോയി. ഈ അവിടെ കഴിഞ്ഞ പിന്നെ മുട്ടത്ത് പമ്പ് ഉണ്ടായിരുന്നു. അത് തൊടുവേലായിരുന്നു. മുട്ടത്തില്ലായിരുന്നു, തൊഴുവുള്ളൂ. തൊഴുവുള്ളൂ പമ്പ്. ചേട്ടാ അന്നത്തെ കാലത്തെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ടെസ്റ്റും കാര്യങ്ങള് വണ്ടി പെയിന്റ് അടിക്കണം. ഇന്നത്തെ പോലെ തന്നെ മറ്റേ ലൈറ്റുകൾ പിടിപ്പിക്കണം. തൽക്കാലം
ഇന്നത്തെ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്? സ്ട്രിക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഈ പെട്രോൾ പമ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പേപ്പറിൽ അപ്പോഴും ഒപ്പിട്ട്, കാരണം ഇതിന് അവർക്ക് അറിയാലോ ഇത് ഈ വാഹനം കാറുകാരൊക്കെ ആണെങ്കിൽ കൂടുതലും ഒരു ക്ലിയർ ആയിട്ട് ചെയ്തു. ഇത് നമ്മൾ വെൽഡ് ചെയ്തൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പെയിന്റ് അടിച്ച് ബ്രഷ് കൊണ്ടാണ് പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് ഒന്നും വന്നില്ല. ബ്രഷ് കൊണ്ട് പെയിന്റ് അടിച്ച് പെയിന്റ് അടിക്കാരൻ്റെ കൂടത്തിൽ നമ്മളും കൂടി അകത്തുകൂടി പെയിന്റ് അടിക്കും. ഒരു തരത്തിൽ പഴുതായൊക്കെ ഒരു വിധം നന്നാക്കി കൊണ്ടുവരണം. തയ്ച്ച പടുതയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. കീറലൊക്കെ ഉള്ള തയ്ച്ച പടുതയൊക്കെ ആയിട്ടാണ് അന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. സ്പോൺസർ വർക്കുകൾ ഒഴുകി പോകണമായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പണികൾ കൂടുതലും ഇപ്പം അശോക കവലയിലുള്ളൊരു ചന്ദ്രൻ മേശ്രി എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം ചെയ്യുന്നില്ല, വർഷോപ്പ് പണിയും ചെയ്യുന്നില്ല. അദ്ദേഹമായിരുന്നു കൂടുതലും. കാരണം എഞ്ചിൻ പണി, ഈ റോസ് പണി, ഇങ്ങനെ പ്ലേറ്റിന്റെ വണ്ടിക്ക് പണി പെട്ടെന്ന് വരാറുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ വഴി മോശമായിരുന്നല്ലോ. വഴി മോശം എപ്പോഴും പ്ലേറ്റിന്റെ കംപ്ലൈന്റ് ലോഡല്ലേ കൊണ്ടാണ്. അന്ന് പ്ലേറ്റ് മേടിക്കാൻ പൈസ ഇല്ല. അപ്പൊ മെയിൻ പ്ലേറ്റ് ഒന്ന് ബി വെട്ടി വെൽഡ് ചെയ്തിടും. ബി വെട്ടിയേ അപ്പൊ വെൽഡ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഒരു പീസ് വെച്ച് വീണ്ടും വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ പ്ലേറ്റ് പണി വന്നിട്ടുണ്ട്. പ്ലേറ്റ് പണി വന്നിട്ടുണ്ട്. ഗിയർ ബോക്സ് പണി വരും. പിന്നെ സെക്കൻഡ് സാധനങ്ങൾ മൂവാറ്റുപുഴയില് മതി. സെക്കൻഡ് സാധനം നമ്മൾ പുതിയ സാധനം മേടിക്കുന്നില്ല. എല്ലാം പൊളിക്കുന്ന വണ്ടിയുടെ വീലുകളൊക്കെ പോയി വില പേശി അവന്മാരാണ് വയ്ക്കുന്നത്. അന്നില്ലാത്ത പൈസയൊക്കെ പണയം വെച്ചൊക്കെ കാരണം പൈസ വേണ്ടേ. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ബെൻസിയേട്ടൻ ഇങ്ങനെ പണ്ടത്തെ പെട്രോൾ, അത് നമ്മുടെ കന്നാസ് ഉപയോഗിച്ച് പെട്രോൾ വെച്ച് നമ്മൾ വണ്ടി ഓടിച്ച കാലഘട്ടം മുതൽ ഇത് ഈ കാണുന്ന താറ് വരെ ഓടിക്കുന്ന കാലഘട്ടം വരെ എത്തി. അപ്പോൾ അന്നത്തെ ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ അന്നത്തെ വണ്ടിയുടെ കാര്യവും, അപ്പോൾ ഇന്നത്തുമായി ബന്ധപ്പെട്ട് ചേട്ടൻ എന്താണ് ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ വണ്ടികളെ കുറിച്ച് പറയാനുള്ളത്? അന്നത്തെ കാലത്ത് ഒരു വർക്ക്ഷോപ്പില്ല, കാര്യങ്ങളില്ല. മറ്റേ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാം ആധുനിക വണ്ടികളായി, സെൻസർ മോഡൽ വണ്ടികളായി, എല്ലാം ഷോറൂമുകളും എല്ലാം ഇവിടെ ഏത് കവലയിലും ഷോറൂമായി. അന്ന് നമ്മളൊരു വർക്ക്ഷോപ്പ് തപ്പി പോവുമല്ലേ, ഒത്തിരി ദൂരം പോകേണ്ട വരും. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാള് വണ്ടിയൊക്കെ പണിയണമെങ്കിൽ ചിലപ്പം പാഴ്സും സാധനങ്ങളും എടുത്ത് നടന്നു വരേണ്ട വരും. വണ്ടി പോലും ഇല്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് കൊടുത്താൽ ഇന്നെല്ലാം വളരെ ഉയർന്ന രീതിയിലായി കാര്യങ്ങൾ. വണ്ടികളെല്ലാം സെൻസർ ഒരുപാട് പുരോഗമിച്ചു പോയി. ഇപ്പൊ നമ്മൾ ഷോറൂമിലല്ലേ വണ്ടി കൊണ്ടുപോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു വണ്ടി പണിയാനല്ലേ. വണ്ടി പണിയാൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബെൻസി ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.